ശ്രീ നിജേഷ് അരവിന്ദ്, പക്ഷേ പ്രതിപക്ഷമടക്കം അവിടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നുയർത്തിയ വിമർശനങ്ങളോട് ദേവസ്വം മന്ത്രി നേരിട്ട് തന്നെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്. അത് ഈ പറയുന്ന AI പരാമർശം അടക്കമുള്ളവ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കൗണ്ടറിൽ നിന്ന് മാത്രമുള്ള കണക്കുകളാണ് എന്നുള്ളതാണ് അവകാശവാദം. ഞാനവിടെ ആൾ കുറഞ്ഞതിനെ പറ്റിയൊന്നും പറയുന്നില്ല. കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഓരോ ചർച്ച നടക്കുന്ന ഇടത്തു നിന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആളില്ലായിരുന്നു. ആളില്ലാതിരിക്കാൻ കാരണം എന്താണ്? ഇതൊരു തട്ടിപ്പാണ് എന്ന് കേരളത്തിലെ ഭക്തർ തിരിച്ചറിഞ്ഞു. അയ്യപ്പ ഭക്തർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതൊരു തട്ടിപ്പാണ്, ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നാളേക്കുള്ള എന്തോ ഒരു ലക്ഷ്യം വെച്ചുള്ള ഏർപ്പാടാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിനേക്കാൾ തിരിച്ചറിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ ചർച്ചയിൽ, ഇന്നലെ എത്രയും വലിയൊരു ഇവന്റ് നടത്തിയിട്ട് ഇന്നൊരു ചർച്ചയിൽ വന്നിട്ട് അതിന്റെ മെറിറ്റ് പങ്കുവെച്ചെടുക്കാൻ, വിളവ് കൊയ്തെടുക്കാൻ CPM തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമല്ലേ? നേരത്തെ ജോസഫ് സി മാത്യു സൂചിപ്പിച്ചതുപോലെ ബിഷപ്പ് വന്ന് അന്ത്യകൂദാശ കൊടുത്തു മത്തായി ചാക്കോക്കി എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം നികൃഷ്ടജീവി എന്ന് ബിഷപ്പിനെ വിളിക്കാൻ ധൈര്യം കാണിച്ച ഒരു പാർട്ടിക്കകത്ത് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഭക്തനാണ്, 2 തവണ ശബരിമലയിൽ പോയിട്ടുണ്ട് എന്ന് ഒരു സംഘടനാ നേതാവ് പറഞ്ഞപ്പോൾ അത് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല, അയാൾ ഭക്തനാണ് അല്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഒരു അഭിപ്രായം പറയാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത, അത് AI തലയിലേക്ക് AI ആണത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ പാർട്ടിയെ പറ്റി ചർച്ച ചെയ്യുക? നിങ്ങൾ കേരളത്തിലെ സമീപകാല സംഭവ വികാസങ്ങളൊക്കെ നമ്മളെടുത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ CPM-ന്റെ കാണാം. കഴിഞ്ഞ മാസം ഗണേശോത്സവം ഏറ്റവും കൂടുതൽ നടത്തിയത് CPM ആണ് ബാബു. അതിനുമുമ്പ് ശ്രീകൃഷ്ണ ജയന്തി നടത്തിയത് CPM ആണ്. അമ്പലത്തിലെ ഉത്സവത്തിൽ പാർട്ടി ഗീതങ്ങൾ വെച്ച് പ്രകടനം വിളിച്ചത് CPM ആണ്. CPM-ന്റെ ഈ നയംമാറ്റം ഗ്രാമാന്തരങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം ഗ്രാമാന്തരങ്ങളിൽ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി മുഖേന ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രം മാത്രമാണ്. നേരെ അങ്ങ് പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞങ്ങൾക്ക് ശബരിമലയിൽ സംഭവിച്ചു പോയത് തെറ്റാണ്, ഞങ്ങൾ ആ സത്യവാങ്മൂലം തിരുത്തും, ഞങ്ങൾ എടുത്ത കേസ് പിൻവലിക്കും എന്നങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാ വളച്ചു കെട്ടുന്നത്? എന്തിനാണ് 7 കോടി ചെലവാക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോരെ. നമുക്ക് എന്തൊക്കെ സംഗമം ഇവിടെ നടത്താൻ, നേരത്തെ മാധു പറഞ്ഞാൽ നടത്താൻ സർക്കാരിന്റെ വിവേചനാധികാരമാണ് ഞാൻ സംബന്ധിച്ചു. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കൊന്ന് നടത്തിയാൽ, അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് നമുക്കൊന്ന് നടത്തിയാൽ, ഒന്നും വേണ്ട. പോലീസ് സേനയിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഏറ്റുവാങ്ങുന്ന പോലീസ് സേനയുടെ നവീകരണത്തെ പറ്റി ആഗോള തലത്തിൽ ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ എന്തൊരു സുഖ, നാട്ടുകാർക്കെങ്കിലും അത് അതിന് അനുഭവിക്കാമായിരുന്നല്ലോ. ഇത് നേരെ തിരിച്ച് ഞങ്ങളുടെ ചില നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഞാൻ